ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഈ ലഹരി വിരുദ്ധ റാലിയുടെ ലക്ഷ്യം. കാരണം വളർന്നു വരുന്ന തലമുറയാണ് ഇനി നമ്മുടെ നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ ഒന്നും അറിയാൻ പറ്റാത്ത പ്രായത്തിലെ കുട്ടികൾ വലിയ ചതിക്കുഴികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് ഒരു മാറ്റം വരുന്നതിന് വേണ്ടി നമ്മൾ ഒന്നാകെ നമ്മുടെ കുട്ടികൾ ഒന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വരാൻ പോകുന്ന തലമുറയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വരുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇതിന് മുൻകൈ എടുത്ത ബഹുമാന്യനായ ഈ സാബു അവറുകൾ, ഷോട്ടോക്കാരൻ്റെ ഓണർ, അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകർ, അതിൽ പങ്കെടുത്തിട്ടുള്ള അധ്യാപകരുണ്ടാവാം, രക്ഷകർത്താക്കളുണ്ടാവാം, ബഹുമാന്യരായിട്ടുള്ള കുട്ടികളുണ്ട്. എല്ലാവരും ഇത് നല്ല മാതൃകയാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ലഹരി എന്ന വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് മാറ്റണം, തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഘടന കൊണ്ട് നമ്മുടെ അമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാകെ, അമ്പലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞത് എല്ലാ സമൂഹത്തിലും ബാധ്യതയാണ്. എങ്കിൽ കൂടിയും നമുക്ക് നമ്മുടെ പഞ്ചായത്ത് ബേസ് ചെയ്തല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരോടാണ് പ്രത്യേകം നന്ദി പറയേണ്ടത്. ഇനി വരുന്ന കുട്ടികളെ കൂടി ഇതിലേക്ക് ചേർത്തുകൊണ്ട് അവർ ലക്ഷ്യങ്ങളും നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിന് ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ് അവറുകളെ നമ്മുടെ ഈ ലഹരി വിമുക്ത ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചു. നന്ദി, നമസ്കാരം. ആദരണീയായ യോഗത്തിൻ്റെ അധ്യക്ഷ, പഞ്ചായത്ത് ഭരണസമിതിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ AP സുഭാഷ്, ഉമാദേവി സോമൻ ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട സാബു ഉൾപ്പെടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ലഹരി തിന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിൽ നിന്നും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, എല്ലാവർക്കും. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. തെറ്റായ ചതിക്കുഴികളിൽ കുഞ്ഞുങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമെന്നുണ്ട്. ആ ചതിക്കുഴികളിൽ എത്താതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉള്ളതിലൂടെ സൂചിപ്പിച്ചു. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മാതാപിതാക്കൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികൾ ഈ അവസ്ഥയിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഷോട്ടോക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനത്തെ ഈ അവസരത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. കാരണം സമൂഹത്തിനൊരു മാതൃകയാണ് അവരിപ്പോൾ സംഘടിപ്പിക്കുന്ന ഈ റാലി. തീർച്ചയായിട്ടും ബാക്കിയുള്ള സംഘടനകൾക്ക് പോലും ഏറ്റെടുക്കാവുന്നതാണ്. ഇതിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ പിന്തുണയും നൽകുന്നു. ഔപചാരികതയുടെ പേരിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി, റാലി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ആശംസകൾ നേരുന്നതിന് ബഹുമാന്യനായ 4-ാം വാർഡ് മെമ്പറും 10-ാം വാർഡിലെ അംഗവുമായിട്ടുള്ള AP സുഭാഷ് അവരെ ക്ഷണിച്ചു. നമ്മുടെ സൂര്യോജകളിൽ കാലഘട്ടത്തിൽ നടന്ന കുട്ടികളിൽ മുതൽ മുതിർന്നവരെ വ്യക്തമാക്കുവാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ട് മാതൃകയാണ്. ഈ രംഗത്തൊക്കെ നിങ്ങൾ ശക്തമായ കടന്നുവരവുണ്ടായി നമ്മുടെ സംസ്കാരത്തെ ഉണ്ടാക്കുവാൻ വളർന്നു വരുന്ന നിലനിൽക്കൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസയും പിന്തുണയും അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ 11-ാം വാർഡ് മെമ്പർ ശ്രീമതി ഉമാദേവി സോമൻ അവറുകളുണ്ട്, ജയശ്രീ കൃഷ്ണാകരൻ അവറുകൾ, അതുപോലെ തന്നെ ഈ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അമ്പലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് അവറുകൾ, വാർഡ് മെമ്പറായിട്ടുള്ള 4-ാം വാർഡ് മെമ്പറായിട്ടുള്ള AP സുഭാഷ് അവറുകൾ, അതുപോലെ തന്നെ ഈ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ച കരാട്ടെ ക്ലാസ് നയിച്ചുകൊണ്ടിരിക്കുന്ന സാബു അവറുകൾ, അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള മറ്റ് എല്ലാ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാടിൻ്റെ ഇപ്പോൾ കാർന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ എൻ്റെ നല്ല ഒരു ഇതായി കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു മുന്നേറ്റം നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും കാർന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കുവാൻ ഈ കുരുന്നുകൾക്ക് വന്ന മനസ്സുപോലെ തന്നെ എല്ലാ ജനങ്ങളും ഇതിൽ മുന്നിട്ടിറങ്ങി തന്നെ നമ്മുടെ നാടിനെ രക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാ
എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘാടകത്തോടെ സംഘാടകനായ കുട്ടികളുടെ അധ്യാപകനായ സാബു സാർ, എല്ലാവർക്കും പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു.